JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ്വുമൻ ഗ്രേഡ് 2. അതിന്റെ വളരെ പ്രത്യേകതയുണ്ട്. എന്താണ്? ജനറൽ കാറ്റഗറി 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക്, ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. എല്ലാവർക്കും തന്നെ ഇതിലേക്ക് 45 വയസ്സ് വരെയുള്ള SC/ST-കാർക്കും 41 വയസ്സ് വരെയുള്ള OBC-കാർക്കും ജനറൽ കാറ്റഗറി 18 to 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ യോഗ്യത എന്താണ്, ശമ്പള സ്കെയിൽ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഗസറ്റ് ഡേറ്റ് 30/9/2024 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/10/2024. കാറ്റഗറി നമ്പർ 328/2024. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ്, ഹാൻഡെക്സ് ആണ്. അപ്പോൾ അതിന്റെ കാറ്റഗറി നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക, 328/2024. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/10/2024. നെയിം ഓഫ് പോസ്റ്റ് സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ്വുമൻ ഗ്രേഡ് 2 ആണ്. സ്കെയിൽ ഓഫ് പേ എത്രയാണ്? 4630, 7000 ആണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് 3 ആണ്. അടുത്ത മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 40 ആണ്. ജനറൽ കാറ്റഗറി ആണ് 18 to 40. OBC 43, SC/ST 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 30/10/2024 വെനസ്ഡേ അപ് ടു മിഡ് നൈറ്റ് ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/10/2024 വെനസ്ഡേ അപ് ടു മിഡ് നൈറ്റ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ തങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ചെന്ന് നിങ്ങൾ SLC പാസ് ഇൻ SLC ആണ് പറഞ്ഞിരിക്കുന്നത്. SLC ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ PSCയുടെ സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്രൊഫൈലിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരിക്കൽ കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.